തിരുഹൃദയമേ തീരാത്ത സ്നേഹമേ ആകാശം പോലല്ലോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയമുള്ളവരെ, ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഭക്തിയിൽ വളരുന്ന മാസമാണ്. നമ്മുടെ കുടുംബങ്ങളെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതാണ്. ചില ഭവനങ്ങളിലൊക്കെ എല്ലാ ദിവസവും വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം അപ്പനും അമ്മയും മക്കളും ഒക്കെ ചേർന്ന് ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. കുഞ്ഞുങ്ങളുടെ നെറ്റിയിൽ കുരിശു വരച്ച് മാതാപിതാക്കൾ പറഞ്ഞയക്കാറുണ്ട്. അമ്മച്ചിമാരോട് ചോദിക്കും, എന്തുകൊണ്ടാണ് ഇത്രയേറെ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ പല അമ്മച്ചിമാരും പറഞ്ഞിട്ടുള്ളത് അത് വലിയ ശക്തിയാണെന്നാണ്. കുടുംബജീവിതമൊക്കെ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് വലിയ സഹനങ്ങളുണ്ട്, വലിയ വെല്ലുവിളികളുണ്ട്, വിട്ടുവീഴ്ചകൾ ആവശ്യമുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾക്ക് അതിന് ശക്തി പകരുന്നത് ഈശോയുടെ തിരുഹൃദയമാണെന്ന് പറയും. മാതാപിതാക്കളായിരിക്കുക എന്ന് പറഞ്ഞാൽ സഹനങ്ങൾ ഏറ്റെടുക്കുക എന്നാണ് അർത്ഥം. കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കാനായിട്ട്, അവരെ പരിശീലിപ്പിക്കാനായിട്ട്, അവർക്ക് വേണ്ടത് നൽകാനായിട്ട് മാതാപിതാക്കൾ എന്ന നിലയിൽ ദമ്പതികൾ നടത്തുന്ന പരിശ്രമങ്ങൾ വളരെ വലുതാണ്. അതിന് വലിയ സഹനം ആവശ്യമുണ്ട്. രണ്ട് കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് ഒരു കുടുംബമായി തീരുമ്പോൾ, ഭാര്യയും ഭർത്താവുമായി തീരുമ്പോൾ അവിടെ വിട്ടുവീഴ്ചകൾ ആവശ്യമുണ്ട്. അങ്ങനെ സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടും വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടും മുന്നോട്ട് പോകുമ്പോഴേ മാത്രം കുടുംബജീവിതത്തെ കൂടുതൽ മനോഹരമാക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈശോയുടെ തിരുഹൃദയമാണ് പലർക്കും ശക്തിയായിട്ട് അവർ പറയുന്നത്. ഓരോ ദിവസവും അന്നത്തെ സഹനങ്ങളൊക്കെ ആയിട്ട് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആശ്വാസത്തെക്കുറിച്ച് പലപ്പോഴും പലരും പറയാറുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ആ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പ്രതിഷ്ഠ നടത്തുന്നതിൻ്റെ അർത്ഥം അതാണ്. ജീവിതത്തിൻ്റെ സഹനങ്ങളൊക്കെ ആയിട്ട് യേശുവിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ, അവിടുത്തെ തിരുഹൃദയത്തിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ അത് നൽകുന്ന ഒരു ആശ്വാസം, തങ്ങളുടെ ഹൃദയവും അതുപോലെ ആക്കാനായിട്ടുള്ള ഒരു പരിശ്രമം പല മാതാപിതാക്കളും നടത്താറുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പ്രായമായിരിക്കുന്ന മാതാപിതാക്കൾ അവരിതുപോലെ തങ്ങളുടെ ഹൃദയങ്ങളെ തിരുഹൃദയത്തോട് സദൃശ്യപ്പെടുത്താനായിട്ട് പരിശ്രമിച്ചവരാണ്. അവരെ നമ്മൾ സന്ദർശിക്കുമ്പോൾ, അവരോട് നമ്മൾ സ്നേഹപൂർവ്വം പെരുമാറുമ്പോൾ നമ്മളും ആ തിരുഹൃദയത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലായി കഴിയുന്ന തിരുഹൃദയമായി തീർന്നിട്ടുള്ള മാതാപിതാക്കളെ, വാർദ്ധക്യത്തിൽ കഴിയുന്ന അവരെയൊക്കെ സന്ദർശിക്കുകയും സ്നേഹിക്കുകയും അവരെ ആദരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തിരുഹൃദയത്തിൻ്റെ ഭക്തി അത് വെറും ഒരു ആചാരമോ അനുഷ്ഠാനമോ അല്ല, മറിച്ച് ജീവിതബന്ധിയായിട്ടുള്ള സ്നേഹത്തിൻ്റെ ജീവിതശൈലിയാണ്. ക്രിസ്തു എങ്ങനെയാണോ ദൈവിക പദ്ധതിക്ക് വേണ്ടി തന്നെ സമർപ്പിച്ചുകൊണ്ട് തൻ്റെ ഹൃദയം മനുഷ്യകുലത്തിന് വേണ്ടിയിട്ട് കുത്തി തുറക്കപ്പെടാനായിട്ട് അനുവദിച്ചത്, അവിടെ നിന്നൊഴുകിയ തിരുരക്തം എങ്ങനെയാണോ മനുഷ്യന് വേണ്ടിയിട്ട് പാപമോചനത്തിൻ്റെ കാരണമായി തീർന്നത്, അതുപോലെ ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തിയും തിരുഹൃദയം പോലെ രൂപപ്പെടുമ്പോൾ കുടുംബത്തിൻ്റെ ശക്തിയും ആ കുടുംബത്തിൻ്റെ ദൈവാനുഗ്രഹവും വളരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവിക ചൈതന്യത്തിൽ പരസ്പര സ്നേഹത്തിലൊക്കെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ മാതാപിതാക്കൾക്ക്, ദമ്പതികൾക്ക് ശക്തി പകരുന്നത് ഈശോയുടെ തിരുഹൃദയമാണ്. ആ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഭക്തിയിൽ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്ന ഈ മാസത്തിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ആ തിരുഹൃദയത്തിൻ്റെ ആ ശക്തി തിരിച്ചറിയാനായിട്ട്, ആ സ്നേഹത്തിൻ്റെയും പങ്കുവയ്പ്പിൻ്റെയും കരുതലിൻ്റെയൊക്കെ ശക്തി തിരിച്ചറിയാൻ, പരസ്പരം തിരുഹൃദയമായി തീരാനായിട്ടുള്ള പരിശ്രമം നമുക്ക് നടത്തേണ്ടതുണ്ട്. നമ്മുടെ കുടുംബങ്ങളെ കൂടുതൽ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി കൂടുതൽ വിശുദ്ധീകരിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ, സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് വളരാൻ അനുവദിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തിരുഹൃദയത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് നിർത്തുന്നു.